ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ എപ്പോഴൊന്നും മീൻ വാങ്ങിക്കാറില്ല കേട്ടോ. മാസത്തിൽ ഒരു തവണയൊക്കെ മീൻ വാങ്ങിക്കാറുള്ളൂ. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കും. അങ്ങനെ ഇന്ന് മീൻ വാങ്ങിച്ചു. അയിലയും കേരയാണ് വാങ്ങിച്ചത്. അയില കറി വയ്ക്കാനും കേര വറക്കാനും എടുത്തു. ഈ മീൻകറിയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. അങ്ങനെ മീൻ വറുത്തും മീൻകറിയൊക്കെ റെഡി ആയപ്പോൾ സഞ്ജു ആദർശനോട് വിളിച്ചു പറഞ്ഞു, ഇവിടെ നിന്ന് മീൻകറിയാണ്, കേര വറുത്താണ്. അവന് പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ വന്നു ഫുഡ് കഴിക്കായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ സച്ചു വന്നപ്പോൾ അവൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടെ അവരെ സ്കൂളിൽ നിന്ന് ലക്ഷ്മിനാരായണ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല പറഞ്ഞു വന്നു. സച്ചു ലഞ്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ലഞ്ച് ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു. പക്ഷെ മീൻ വറുത്താന്ന് പറഞ്ഞപ്പോൾ പിന്നെ സച്ചു അതൊന്നും കഴിച്ചില്ല. മീനും ചോറൊക്കെ തന്നെ കഴിച്ചത്. അങ്ങനെ പിന്നെ ഇലയുടെ കേട്ടിട്ടില്ലേ, ഇലയുടെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ തേങ്ങയ്ക്ക് എന്താ വില, അത് കാരണം വാങ്ങിച്ചിട്ട് ഉണ്ടാക്കൽ നടക്കില്ല പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലത്തെ തെങ്ങിൽ നിന്ന് കുറച്ച് തേങ്ങ അധികം ഇട്ടപ്പോൾ അങ്ങനെ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 2 തരത്തിലുണ്ടാക്കി കേട്ടോ. ഒന്ന് അരിയടയുണ്ട്, പിന്നെ ഗോതമ്പടി. എനിക്ക് ഗോതമ്പടയാണ് കൂടുതലിഷ്ടം. അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് മീൻകറിയുടെ റെസിപ്പി ഇടാം. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. സച്ചുവിന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇടാം. അപ്പോൾ ബൈ.